നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചതുശ്ചത്വാരിംശ സർഗ, 44 സർഗം തുടങ്ങുന്നുണ്ട്. ബ്രഹ്മകൃത ഭഗീരഥ ശ്ലാഘനം, ഗംഗാവതരണ ഫലശ്രുതിഷ്ഠ. ബ്രഹ്മാവ് ഭഗീരഥനെ പോഴ്ത്തുന്നത് ഗംഗാവതരണ കഥയുടെ ഫലശ്രുതിയുമാണ്. സഗത്വാ സാഗരം രാജാ ഗംഗയാനുഗതസ്തദാ പ്രവിവേശതലം ഭൂമേര്യത്ര തേ ഭസ്മസാത്കൃതാഃ ഭസ്മന്യഥാ പ്ലുതേ രാമഗംഗായാ സലിലേന വൈ സർവലോകബ്രഹ്മാ രാജാനമിതമബ്രവീത് താരിതാ നരശാർദൂല ദിവം യാദാഹി ദേവവത് ഷഷ്ടിപുത്രസഹസ്രാണി സഗരസ്യ മഹാത്മന സാഗരസ്യ ജലം ലോകേ യാവസ്ഥാസ്യതി പാർത്ഥിവ സഗരസ്യാത്മജാസ്താവത് സ്വർഗേ സ്യാസ്യന്തി ദേവവത്. ആ രാജാവ് ഗംഗയാൽ പിന്തുടരപ്പെട്ടവനായി സമുദ്രത്തെ കടന്ന് ആ സമയം യാതൊരു സ്ഥലത്തിൽ അവർ ഭസ്മമാക്കപ്പെട്ടുവോ ഭൂമിയുടെ ആ പ്രദേശത്തിൽ പ്രവേശിച്ചു. ഹേ രാമ, ഗംഗയുടെ ജലത്താൽ ചാരം നനയ്ക്കപ്പെട്ടപ്പോൾ ഉടനെ സർവ്വലോകേശ്വരനായ ബ്രഹ്മാവ് പ്രത്യക്ഷനായി വന്ന രാജാവോടായി ഇപ്രകാരം അരുളി ചെയ്തു. അല്ലയോ നരശ്രേഷ്ഠ, മഹാത്മാവായ സഗരമഹാരാജാവിൻ്റെ 60,000 പുത്രന്മാരും കരകയറ്റപ്പെട്ടവരായി ദേവന്മാരെ പോലെ ദേവലോകത്തെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. ഹേ രാജാവേ, സമുദ്രത്തിലുള്ള ജലം ലോകത്തിൽ ഏത് കാലം വരെ നിലനിൽക്കുന്നുവോ അതുവരെ സഗരമഹാരാജാവിൻ്റെ പുത്രന്മാർ സ്വർഗ്ഗലോകത്തിൽ ദേവന്മാരെ പോലെ വാഴുന്നതാണ്. ഇയം ച ദുഹിതാ ജ്യേഷ്ഠാ തവ ഗംഗാ ഭവിഷ്യതി ത്വത്കൃതേനൈവ നാംനാഥ ലോകേ സ്ഥാസ്യതി വിശ്രുതാ ഗംഗാ ത്രിപദഗാ രാജൻ ദിവ്യാ ഭാഗീരഥീതി ച ത്രീൻ പഥോ ഭാവയന്തീതി തതസ്ത്രിപദഗാ സ്മൃതാ പിതാമഹാനാം സർവേഷാം ത്വമത്ര മനുജാധിപ പുരുഷസലിലം രാജൻ പ്രതിജ്ഞാവർത്തയ പൂർവകേണാവിദേ രാജം സ്തേനാദിയശസാ തദാ ധർമ്മിണാം പ്രവരേണാഥ നൈഷ പ്രാപ്തോ മനോരഥ തഥൈവാംശുമദാ വത്സ ലോകോ പ്രതിമതേജസാ ഗംഗാം പ്രാർത്ഥയതാ നേതും പ്രതിജ്ഞാനാപവർജിതാ രാജർഷിണാ ഗുണവദാ മഹർഷി സമതേജസാ മത്തുല്യതപസാ ചൈവ ക്ഷത്രധർമ്മസ്ഥിതേന ച ദിലീപേന മഹാഭാഗ തവ പിത്രാ യശസ്വിനാ പുനർന ചകിതാ നേതും ഗംഗാം പ്രാർത്ഥയതാ നഖ സാ ത്വയാ സമതിക്രാന്താ പ്രതിജ്ഞാ പുരുഷർഷഭ പ്രാപ്തോസി പരമം ലോകേശ പരമസമ്മതം യച്ച ഗംഗാവതരണം ത്വയാ കൃതമരിന്ദമ അനേന ച ഭവാൻ പ്രാപ്തോ ധർമ്മസ്യായതനം മഹത്. ഈ ഗംഗയും ഭവാന്റെ 1ാമത്തെ മകളായി ഭവിക്കും. പിന്നെ ലോകത്തിൽ അങ്ങയെ ചേർന്നതായ പേരുകൊണ്ട് തന്നെ പ്രസിദ്ധപ്പെട്ടവളായും വിളങ്ങും. രാജാവേ, 3 വഴികളിൽ കൂടി ഒഴുകുന്നവളായി അക്കാരണത്താൽ ത്രിപഥക എന്നും 3 വഴികളിലൂടെ ഗമിക്കുന്ന ദിവ്യായ ആ ഗംഗ ഭാഗീരഥി എന്നും പറയപ്പെടുന്നവളായി ഭവിക്കും. ഹേ രാജശ്രേഷ്ഠ, ഇതിൽ ഭവാൻ മുത്തച്ഛന്മാർ എല്ലാവർക്കും തർപ്പണത്തെ ചെയ്യുക. രാജാവേ, പ്രതിജ്ഞയെ നിറവേറ്റുക. കൂടാതെ അല്ലയോ രാജാവേ, അതികീർത്തിമാനും ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ഉത്തമനും ആയ അങ്ങയുടെ പൂർവികനായ സഗര മഹാരാജാവിനാലും കൂടി ഈ മനോരഥം അന്ന് സാധിക്കപ്പെട്ടില്ല. ഹേ വത്സ, അപ്രകാരം തന്നെ ലോകത്തിൽ നിസ്തുല്യ തേജസ്വിയും ഗംഗയെ കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുന്നവനുമായ അംശുമാനാലും ആ പ്രതിജ്ഞ നിറവേറ്റപ്പെട്ടില്ല. ഹേ മഹാഭാഗ്യശാലിൻ, പാപരഹിത, രാജർഷിയും ഗുണവാനും മഹർഷികൾക്കൊത്ത തേജസ്സാർന്നവനും എനിക്ക് തുല്യമായ തപസ്സോടു കൂടിയവനും ക്ഷത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനും കീർത്തിമാനും ഗംഗയെ വീണ്ടും വരുത്തുവാൻ പ്രാർത്ഥിക്കുന്നവനുമായ ഭവാന്റെ അച്ഛൻ ദിലീപ മഹാരാജാവിനാലും അത് ശക്യമായില്ല. ഹേ പുരുഷശ്രേഷ്ഠ, ആ പ്രതിജ്ഞ ഭവാനാൽ വഴിപോലെ നിർവഹിക്കപ്പെട്ടു. ലോകത്തിൽ സർവ്വസമ്മതമായ നിസ്തുല്യ കീർത്തി അങ്ങ് പ്രാപിച്ചിരിക്കുന്നു.
ഹേ ശത്രുമർദ്ദന, ഗംഗയെ ഭൂതലത്തിലേക്ക് കൊണ്ടുവരുന്നതായ യാതൊരു ഈ കൃത്യം ഭവാനാൽ തന്നെയാണ് ചെയ്യപ്പെട്ടത്. ഇതിനാൽ ഭവാൻ തന്നെയാണ് പുണ്യപ്രാപ്തിക്കുള്ള മഹത്തായ ക്ഷേത്രത്തെ നിർമ്മിച്ചവനായി ഭവിക്കുന്നത്. പ്ലാവയസ്വതമാത്മാനം നരോത്തമസദോചിതേ സലിലേ പുരുഷവ്യാഘ്ര ശുചി പുണ്യഫലോ ഭവ പിതാമഹാനാം സർവേഷാം കുരുഷ്വ സലിലക്രിയാം സ്വസ്തിതേയസ്തു ഗമിഷ്യാമി സ്വം ലോകം ഗമ്യതാം നൃപ ഇത്യേവമുക്ത്വാ ദേവേശ സർവലോകപിതാമഹ യഥാഗതം തഥാ ഗച്ഛദ്ദേവലോകം മഹായശാ ഭഗീരഥോപി രാജർഷി കൃത്വാ സലിലമുത്തമം യഥാക്രമം യഥാ ന്യായം സാഗരാണാം മഹായശാ കൃതോദകശുചീ രാജാ സ്വപുരം പ്രവിവേശഃ സമൃദ്ധാർത്ഥോ നരശ്രേഷ്ഠ സ്വരാജ്യം പ്രശംസാസഃ പ്രമുമോദജ ലോകസ്ഥം നൃപമാസാദ്യ രാഘവ നഷ്ടശോക സമൃദ്ധാർത്ഥോ ബഭൂവ വിഗതജ്വരഃ ഏഷ തേ രാമഗംഗായാ വിസ്തരോ വിഹിതോ മയാ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ സന്ധ്യാകാലോതിവർത്തതേ ധന്യം യശസ്യമായുഷ്യം പുത്ര്യം സ്വർഗ്യമഥാഭിജ യശ്രാവയതി വിപ്രേഷു ക്ഷത്രിയേഷു ഇതരേഷു ച പ്രീയന്തേ പിതരസ്തസ്യ പ്രീയന്തേ ദൈവതാനി ച ഇദമാഖ്യാനമവ്യഗ്രോ ഗംഗാവതരണം ശുഭം യശൃണോതി ച കാകുസ്ത സർവാൻ കാമാനവാപ്നുയാത് സർവേ പാപാ പ്രണശ്യന്തി ആയു കീർത്തിശ്ച വർദ്ധതേ. ഹേ നരശ്രേഷ്ഠ, പുരുഷശ്രേഷ്ഠ, ഭവാൻ എല്ലായ്പ്പോഴും സ്നാനോചിതമായ ഈ തീർത്ഥത്തിൽ ദേഹത്തെ നീരാടിയാലും പരിശുദ്ധനായി പുണ്യഫലത്തോടു കൂടിയവനായി ഭവിച്ചാലും മുത്തച്ഛന്മാർ എല്ലാവർക്കും ഉദകക്രിയ ചെയ്യുക. ഭവാന് മംഗളം ഭവിക്കട്ടെ. എൻ്റെ ലോകത്തിലേക്ക് ഞാൻ പോകുന്നു, രാജാവെ ഗമിച്ചാലും. എന്നിപ്രകാരം അരുളി ചെയ്ത ശേഷം ദേവദേവനും ഹാ യശസ്വിയുമായ സർവ്വലോക സൃഷ്ടികർത്താവ് വന്നവണ്ണം തന്നെ ദേവലോകത്തെ പ്രാപിച്ചു. ഹേ നരശ്രേഷ്ഠ, രാജർഷിയായ ഭഗീരഥനും സകലപുത്രന്മാർക്ക് ക്രമപ്രകാരം ശാസ്ത്രയുക്തമായി ഉത്തമമായ തർപ്പണത്തെ ചെയ്ത് മറ്റുള്ള പിതൃക്കൾക്കും ഉദകക്രിയകളെ നിർവഹിച്ചവനായി പരിശുദ്ധനായി ഏറ്റവും കീർത്തി പൂണ്ട അരജനായി സ്വപുരത്തിലേക്ക് മടങ്ങിച്ചെന്നു. വിചാരമറ്റവനായി തൻ്റെ രാജ്യത്തെ പരിപാലിക്കുകയും ചെയ്തു. ഹേ രാഘവ, ലോകനിവാസി ജനം ആ രാജാവിനെ വീണ്ടും പ്രാപിച്ച് ദുഃഖമറ്റതായി സന്തോഷിച്ചു. അർത്ഥസമൃദ്ധിയോട് കൂടിയതായും ഭയരഹിതമായും വിളങ്ങി. ഹേ രാമ, ഗംഗയുടെ ഈ ചരിത്രം എന്നാൽ വത്സനു വേണ്ടി കഥിക്കപ്പെട്ടു. നന്മയെ പ്രാപിച്ചാലും ഉണ്ണിക്ക് മംഗളം ഭവിക്കട്ടെ. സന്ധ്യാകാലം സമീപിക്കുന്നു. ഹേ കാകുസ്ത, യാതൊരുവൻ ധനത്തെ തരുന്നതും ആയുസ്സിനെ തരുന്നതും കീർത്തിയെ തരുന്നതും സന്തതിയെ തരുന്നതും സ്വർഗപ്രാപ്തികരവും മംഗളകരവും ആയ ഗംഗാവതരണമായ ഈ ചരിത്രത്തെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മറ്റുള്ളവർക്കും കേൾപ്പിക്കുന്നുവോ അവൻ്റെ പിതൃക്കൾ തൃപ്തരായി ഭവിക്കുന്നു. ദേവതകളും സന്തോഷിക്കുന്നു. ശ്രദ്ധയോടു കൂടിയവനായി കേൾക്കുന്നുവോ അവൻ എല്ലാ ആഗ്രഹങ്ങളെയും ലഭിക്കുന്നു. എല്ലാ പാപങ്ങളും നശിച്ചു പോകുന്നു. ആയുസ് വർദ്ധിക്കുന്നു. കീർത്തിയും അപ്രകാരം തന്നെ വർദ്ധിക്കുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ചതുശ്ചത്വാരിംശ സർഗ 44 സർഗം സമാപ്തം. ഇനി പഞ്ചചത്വാരിംശ സർഗ 45 സർഗം. ക്ഷീരോദമഥനം, ആലാഴിമഥനമാണ് ഇതിലെ വിഷയം. വിശ്വാമിത്രവചശ്രുത്വാ രാഘവഃ സഹ ലക്ഷ്മണ വിസ്മയം പരമം ഗത്വാ വിശ്വാമിത്രമഥാബ്രവീത് അത്യദ്ഭുതമിദം ബ്രഹ്മൻ കഥിതം പരമം ത്വയാ ഗംഗാവതരണം പുണ്യം സാഗരസ്യാവിപൂരണം ക്ഷണപൂദേവനൗ രാത്രി സംവൃത്തേയം മഹാമുനേ ഇമാം ചിന്തയതോ സർവാം നിഖിലേന കഥാം തവ തസ്യ സാ ശർവരീ സർവാ സഹ സൗമിത്രിണാ തദാ ജഗാമചിന്തയാനസ്യ വിശ്വാമിത്രകഥാം ശുഭാം തദപ്രഭാതേ വിമലേ വിശ്വാമിത്രം മഹാമുനിം ഉവാച രാഘവോ വാക്യം കൃതാന്യകമരിന്ദമ യഥാ ഭഗവതീ രാത്രി ശ്രോതവ്യം പരമം ശ്രുതം
തരാമസരിതാം ശ്രേഷ്ഠാം പുണ്യാം ത്രിപദഗാം നദീം നൗരേഷാ ഹി സുഖാസ്തീർണാ ഋഷീണാം പുണ്യകർമ്മണാം ഭഗവന്തമിഹ പ്രാപ്തം ജ്ഞാത്വാ ദുരിതമാഗതാ. വിശ്വാമിത്ര വചനത്തെ കേട്ട് ലക്ഷ്മണ സഹിതനായ ശ്രീരാഘവൻ ഏറ്റവും ആശ്ചര്യം പൂണ്ട് വിശ്വാമിത്ര മുനിയോടായി ഇപ്രകാരം അരുളി ചെയ്തു. വേദജ്ഞ ഗംഗയെ കൊണ്ടുവന്നതിനെ പറ്റിയും സമുദ്രത്തിലേക്ക് ഒടുവിൽ ചെന്നു ചേർന്നതും ആയ നിന്തിരുവടിയാൽ പറയപ്പെട്ട ഇത് അത്യാശ്ചര്യകരമായി ഏറ്റവും കൊണ്ടാടത്തക്കതായിരിക്കുന്നു. ഹേ മഹർഷി, അങ്ങൊന്ന് അരുളി ചെയ്തതായ ഈ കഥ മുഴുവനും ഒന്നും വിടാതെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഞങ്ങൾ ഇരുവർക്കും ഈ രാത്രി ഒരു നിമിഷമെന്ന പോലെ കഴിഞ്ഞുകൂടി. അപ്പോൾ ലക്ഷ്മണനോടും കൂടി പുണ്യകരമായ വിശ്വാമിത്ര മുനിയെ അരുളിയ കഥയെക്കുറിച്ച് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ആ ശ്രീരാമന് ആ രാത്രി മുഴുവനും സമയം പോയതറിയാതെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും തെളിവാർന്ന പ്രഭാത സമയത്തിൽ ശത്രുമർദ്ദനായ ശ്രീരാഘവൻ അനുഷ്ഠാനങ്ങൾ കഴിച്ച് വർത്തിച്ചിരുന്ന വിശ്വാമിത്ര മഹർഷിയോടായി ഇപ്രകാരം വാക്യത്തെ അരുളി ചെയ്തു. രാത്രി ഏറ്റവും കൊണ്ടാടത്തക്കവണ്ണം കഴിഞ്ഞു. ആവശ്യമായി അറിയേണ്ടതായുള്ളത് അറിയപ്പെട്ടു. ഭഗവാനെ, ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നവനായി കേട്ടറിഞ്ഞ് തൽക്ഷണം തന്നെ പുണ്യശീലന്മാരായ ഋഷികളുടെ സുഖമായ ആസനങ്ങളോട് കൂടിയതായ തോണി ഇതാ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. നദികളിൽ വെച്ച് ശ്രേഷ്ഠയും പരിപാവനയും ആയ ഗംഗാനദിയെ നാം കടക്കുക. തസ്യ തദ്വചനം ശ്രുത്വാ രാഘവസ്യ മഹാത്മന സന്താരം കാരയാമാസ സർഷിസംഘസ രാഘവ. ഉത്തരം തീരമാസാദ്യ സംപൂജ്യർഷിഗണാംസ്തഥാ തഥാ ഗംഗാകൂലേ നിവിഷ്ടാസ്തേ വിശാലാം ദസൃശുപുരീം. തതോ മുനിവരസ്തൂർണം ജഗാമസഹ രാഘവ വിശാലാം നഗരീം രമ്യാം ദൃഷ്ട്വാ സ്വർഗോപമാം തദാ. അഥ രാമോ മഹാപ്രാജ്ഞോ വിശ്വാമിത്രം മഹാമുനിം പപ്രച്ഛ പ്രാജ്ഞലർഭൂത്വാ വിശാലാമുത്തമാം പുരീം. കതരോ രാജവംശോയം വിശാലായാം മഹാമുനെ ശ്രോതുമിച്ഛാമി ഭദ്രം തേ പരം കൗതൂഹലം ഹിമേ. തസ്യ തദ്വചനം ശ്രുത്വാ രാമസ്യ മുനിപുംഗവ ആഖ്യാതും തത്സമാരേഭേ വിശാലായാ പുരാതനം. ശ്രൂയതാം രാമശക്രസ്യ കഥാം കഥയദശുഭാം അസ്മിൻ ഹി ദേശേ യദ്രുത്വം തത്വേന ശൃണു രാഘവ. ആ മഹാത്മാവായ ശ്രീരാഘവന്റെ ആ മൊഴി കേട്ട് മുനിഗണങ്ങളോട് കൂടിയവനായും ശ്രീരാഘവന്മാരോട് കൂടിയവനായും നദിയുടെ അക്കരെ കടത്തിച്ചു. ഇവർ വടക്കേ കരയിലെത്തി അവിടെ മഹർഷിഗണങ്ങളെ പൂജിച്ച ശേഷം ഗംഗാതീരത്തിൽ വർത്തിച്ചിരുന്നവരായി വിശാല എന്ന നഗരത്തെ കണ്ടു. അപ്പോൾ ദേവലോക സദൃശമായ അഴകാർന്ന വിശാല നഗരത്തെ കണ്ട് അങ്ങോട്ട് വേഗത്തിൽ മുനിശ്രേഷ്ഠൻ ശ്രീരാഘവന്മാരോടും കൂടി എഴുന്നള്ളി. അതിമേധാവിയായ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയെ നോക്കി അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് അത്യന്തം ശോഭിച്ചുകൊണ്ടിരുന്ന വിശാല എന്ന പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. ഹേ മുനിവര, വിശാല നഗരത്തിൽ ഇപ്പോഴുള്ളത് ഏതൊരു രാജവംശമാണ്? സംഗതികൾ അറിവാനുള്ള ആഗ്രഹം എനിക്ക് അധികമായുള്ളതിനാൽ കേട്ടറിഞ്ഞുകൊള്ളുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുമനസ്സുണ്ടായി അരുളി ചെയ്താലും. മുനിശ്രേഷ്ഠൻ ആ ശ്രീരാമൻ്റെ വാക്കുകേട്ട് വിശാല നഗരത്തിൻ്റെ പ്രസിദ്ധപ്പെട്ടതായ പൂർവ്വവൃത്താന്തത്തെ വർണ്ണിപ്പാൻ ആരംഭിച്ചു. ഹേ രഘുകുലജാത രാമ, കേട്ടാലും. ഈ സ്ഥലത്തിൽ യാതൊന്ന് പണ്ടു നടന്നുവോ അതിനെയും ഇന്ദ്രനെക്കുറിച്ചുള്ള കൊണ്ടാടത്തക്കതായ വൃത്താന്തത്തെയും ഉള്ളവണ്ണം വിവരിച്ചുര ചെയ്യുന്നവനായി എന്നിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പൂർവം കൃതയുഗേ രാമ ദിദേ പുത്ര മഹാബല അതിദേശ്ച മഹാഭാഗവീര്യവന്തസ്സു ധാർമ്മികാഃ. തതസ്തേഷാം നരവ്യാഘ്ര ബുദ്ധിരാസീൻ മഹാത്മനാം അമരാ വിജ്വരാശ്ചൈവ കഥം സ്യാമ നിരാമയാഃ. തേഷാം ചിന്തയതാം രാമ ബുദ്ധിരാസീദുപസ്ഥിതാം ക്ഷീരോദമഥനം കൃത്വാ രസം പ്രാപ്സ്യാമ തത്ര വൈ. തതോ നിശ്ചിത്യ മഥനം യോക്ത്രം കൃത്വാ ച വാസുകിം മന്ധാനം മന്ദരം കൃത്വാ മമന്ധൂരമിതൗജസ. അഥ ദീർഘേണ കാലേന കാലാഗ്നിസദൃശം വിഷം ഉദതിഷ്ടം നരശ്രേഷ്ഠഹാലാഹലമിതി ശ്രുതം. സുരസുരാശ്ച വിത്രസ്താ ദഗ്ധാസ്തേന വിഷാഗ്നിനാ
ശരണ്യം ശരണം ജഗ്മോർഭഗവന്തം മഹേശ്വരം അഥ ദേവാ മഹാദേവം ശങ്കരം ശരണാർത്ഥിന നത്വാ പശുപതിം രുദ്രം ത്രാഹി ത്രാഹീതി തുഷ്ടുവു ഏവമുക്തേഷു ദേവേഷു ദേവദേവേശ്വര പ്രഭു പ്രാദുരാസീതതോത്രൈവ ശംഖചക്രധരോ ഹരി. മഹാപുണ്യാത്മാവായ ഹേ രാമ, പണ്ട് കൃതയുഗത്തിൽ ദിതിദേവിയുടെ പുത്രന്മാർ അതിബലവാന്മാരായിരുന്നു. അതിഥിദേവിയുടെ പുത്രന്മാരാകട്ടെ മഹാത്മ്യമേറിയവർ, പുകഴാർന്ന ധർമ്മിഷ്ഠന്മാർ. ഹേ പുരുഷോത്തമ, അക്കാലത്തിൽ അതിപ്രസിദ്ധന്മാരായ അവർക്ക് മരണമില്ലാത്തവരായും രോഗമറ്റവരായും മനോദുഃഖമകന്നവരായും എന്തു ചെയ്താലാണ് നാം ആയിത്തീരുക എന്നുള്ളതായ ആലോചനയുണ്ടായി. ഹേ രാമ, ആലോചിച്ചുകൊണ്ടിരുന്നവരായ ബുദ്ധിമാന്മാരായ അവർക്ക് പാലാഴി മഥനത്തെ ചെയ്ത് അതിൽ നിന്നും അമൃതത്തെ നാം ഭുജിക്കുക എന്നുള്ള നിശ്ചയം ഉളവായി. അളവറ്റ തേജസ്വികളായ അവർ പാലാഴി കടയുന്നതിന് അക്കാലം നിശ്ചയിച്ച മന്ദരപർവ്വതത്തെ കടകോളാക്കിക്കൊണ്ട് വാസുകി എന്ന സർപ്പരാജാവിനെ കയറായും എടുത്ത് കടഞ്ഞു. ഹേ പുരുഷോത്തമ, അങ്ങനെ ഏറെ കാലം ചെന്ന ശേഷം പ്രളയകാലാഗ്നിക്കൊത്തതും ഹാലാഹലം എന്ന പ്രസിദ്ധമായതും ആയ വിഷം ആഴിയിൽ നിന്ന് പൊന്തി വന്നു. ദേവന്മാരും അസുരന്മാരും എല്ലാം ആ വിഷത്തിൻ്റെ ഉഗ്രത കൊണ്ട് സഹിപ്പാൻ കഴിയാത്തവരായി ദേഹം വിറച്ചുകൊണ്ട് ശരണാഗത രക്ഷകനായ ഭഗവാൻ പരമശിവനെ ശരണം പ്രാപിച്ചു. അപ്പോൾ പരമശിവനെ ശരണം പ്രാപിച്ചവരായ ദേവന്മാർ നന്മ ചെയ്യുന്നവനും സ്തുത്യർഹനും ആയ പശുപതിയെ വണങ്ങി രക്ഷിച്ചരുളിയാലും എന്ന് പ്രാർത്ഥിച്ചു. ദേവന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ആ സമയം അവിടെ തന്നെ ബ്രഹ്മരുദ്രാദികൾക്കും നിയന്താവായി ആദിമധ്യാന്തരഹിതനായ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ശംഖചക്രധാരിയായി എഴുന്നള്ളി. ഉവാചൈനം സ്മിതം കൃത്വാ രുദ്രം ശൂലധരം ഹരി ദൈവതസ്ത്വം പ്രാർത്ഥ്യമാനോ യത്പൂർവം സമുപാഗതം തത്വദീയം സുരശ്രേഷ്ഠ സുരാണാമഗ്രജോ ഹി യത് അഗ്രപൂജാമിതി സ്മൃത്വാ ഗൃഹാണേദം വിഷം പ്രഭോ ഇത്യുക്ത്വാ ച സുരശ്രേഷ്ഠസ്തത്രൈവാന്തരധീയത ദേവതാനാം ഭയം ദൃഷ്ട്വാ ദേവദേവോ മഹേശ്വര ഹാലാഹലം വിഷം സർവം സംജഹാരാമൃതോപമം കൃത്വാൽപപിണ്ഡം വാണിസ്തം തദ്വിഷം ഭഗവാൻ ഹര. സർവലോകഹിതാർത്ഥായ ഭഗവാൻ പരമേശ്വര ഖണ്ഡസ്ഥമകരോത്പ്രാശ ലീലയാമരപൂജിത. തതോ ദേവാസുരാ സർവേ പ്രണമ്യ വൃഷഭധ്വജം മന്ദരം പൂർവവത് കൃത്വാ മമന്ധൂരമിതൗജസ പ്രവിവേശാധ പാതാളം മന്ധാനോ മന്ദരോത്തമ തതഃ പർവ്വതമൂലം തു പാതാളേ തു പ്രവേശിതം. സുരാസുരാശ്ച നിശ്ചേഷ്ടാ ബഭൂവു ക്ലേശവിഹ്വലാ തതോ ദേവാസ ഗന്ധർവാസ്തുഷ്ടുവുർമധുസൂദനം ത്വം ഗതി സർവഭൂതാനാം വിശേഷേണ ദിവൗകസാം പാലയാസ്മാൻ മഹായോഗിൻ ഗിരിമുദ്ധർത്തുമർഹസി. മഹാവിഷ്ണു ഈ ശൂലപാണിയായ പരമശിവനെ നോക്കി പുഞ്ചിരി പൂണ്ട് അരുളി ചെയ്തു. ആദ്യം ഉളവായത് യാതൊന്നോ അതിനെപ്പറ്റി ദേവന്മാരാൽ എന്തിരുവടി പ്രാർത്ഥിക്കപ്പെടുന്നു. എന്ത് ചെയ്യുവാൻ ശക്തിയുള്ളവനായ ഹേ ദേവോത്തമ, ദേവന്മാരിൽ വച്ച് ആദ്യം ഉളവായവൻ എന്നുള്ള കാരണത്താൽ അത് അവിടുത്തെ ചേർന്നതാകുന്നു. അതിനാൽ ഈ വിഷത്തെ ആദ്യത്തെ പൂജയെന്ന് അംഗീകരിച്ച് കൈക്കൊണ്ടാലും. മഹാവിഷ്ണു ഇപ്രകാരം അരുൾ ചെയ്ത ശേഷം ഉടനെ തന്നെ അന്തർധാനം ചെയ്തു. പിന്നെ ദേവദേവനും ഭക്തജനങ്ങളുടെ പാപം നശിപ്പിക്കുന്നവനും ഭഗവാനുമായ മഹേശ്വരൻ ദേവന്മാരുടെ കഷ്ടത്തെ ഓർത്ത് ഹാലാഹലം എന്ന ആ വിഷത്തെ മുഴുവനും ഉള്ളം കൈയിൽ അടങ്ങത്തക്ക ചെറിയ ഉരുളയായി അമൃതസമമാക്കി ചെയ്തുകൊണ്ട് ആ വിഷത്തെ വിഴുങ്ങിക്കളഞ്ഞു. ദേവന്മാരാൽ കൊണ്ടാടപ്പെട്ട ഭഗവാനായ പരമശിവൻ എല്ലാ ലോകങ്ങൾക്കും നന്മ ചെയ്യുന്നതിനായി നിഷ്പ്രയാസം അതിനെ വിഴുങ്ങി കഴുത്തിൽ തങ്ങി നിർത്തിച്ചു. അളവറ്റ തേജസ്സുള്ളവരായ ദേവന്മാർ അസുരന്മാർ എല്ലാവരും പരമശിവനെ നമസ്കരിച്ച് പിന്നെ മുൻപോലെ മന്ദരത്തെ എടുത്ത് കടഞ്ഞു. അപ്പോൾ കടകോലായ മന്ദരഗിരി ശ്രേഷ്ഠൻ പാതാളത്തോളം അവിടെ നിന്നും ആണ്ടുപോയി. പർവ്വതത്തിൻ്റെ അടിയും പാതാളത്തിൽ തന്നെ കുന്തിക്കളഞ്ഞു. ദേവന്മാരും അസുരന്മാരും മനസ്സിടിഞ്ഞവരായി ഒന്നും പ്രവർത്തിപ്പാൻ കഴിയാത്തവരായി ഭവിച്ചു. അപ്പോൾ ദേവന്മാർ ഗന്ധർവന്മാരോടും കൂടി മഹാവിഷ്ണു ഭഗവാനെ ഇപ്രകാരം സ്തുതിച്ചു. മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കാത്ത എന്തും തന്നെ സാധിപ്പാൻ ശക്തനായുള്ളോവേ, എല്ലാ പ്രാണികൾക്കും വിശേഷിച്ചും ദേവന്മാർക്കും നിന്തിരുവടി ഒരുവനാണല്ലോ ആശ്രയം. ഞങ്ങളെ കാത്തരുളിയാലും പർവ്വതത്തെ മേൽപോട്ടുയർത്തുവാൻ കനിഞ്ഞരുളിയാലും. ഇതി ശ്രുത്വാ ഋഷികേശ
കച്ചപം രൂപമാസ്ഥിത പർവ്വതം പൃഷ്ഠത കൃത്വാ വവൃധേ കൂർമ്മരൂപധൃക് സുരാസുരൈരനാക്രാന്ത ഉദ്ഗതോധ നഗോത്തമ നഗാഗ്രം പീഡയാമാസ വാമഹസ്തേന മാധവ മമന്ധദേവതാനാം ച മധ്യേ നാരായണോ ഹരി അഥ വർഷസഹസ്രേണ ജ്യേഷ്ഠാ നാമ വരാംഗന ഉത്പപാദവരാരോഹ സാഗ്രജൈരേവ കൽപ്പിതാ അഭവത് പാരിജാതാഖ്യോ വൃക്ഷ ഇന്ദ്രായ കൽപ്പിത കാമധുക്സുരഭിശ്ചാഭൂ ചതുർദന്തോ മഹാഗജ അഥ വർഷസഹസ്രേണ ആയുർവേദമയ പുമാൻ ബുധതിഷ്ഠത് ധർമാത്മാ സദണ്ഡ സകമണ്ഡല കമണ്ഡലു തദാ ധന്വന്തരിർനാമപ്സരസ്സച്ഛ സുവർച്ചസ അപ്സു നിർമഥനാദേവരസാ തസ്മാദ്വരസ്ത്രിയ ഉത്പേതുർമനുജശ്രേഷ്ഠ തസ്മാദപ്സരസോ ഭവൻ ഷഷ്ടി കൂട്യോ ഭവംസ്താസാമപ്സരാണാം സുവർച്ചസാം അസംഖ്യേയാസ്തു കാഗുസ്താ യാസ്താസാം പരിചാരികാഃ നദാസ്മ പ്രതിഗ്രഹ്ണന്തി സർവേ തേ ദേവദാനവാ അപ്രതിഗ്രഹണാ ദേവതാ വൈ സാധാരണാ സ്മൃതാ. സർവേന്ദ്രിയ പ്രേരകനായ മഹാവിഷ്ണു ഭഗവാൻ ഇതിന് അനുസരിച്ച് ഇത് കേട്ട് ആമയുടെ രൂപത്തെ കൈക്കൊണ്ട് പർവ്വതത്തെ മുതുകിൽ കയറ്റിക്കൊണ്ട് കുർമാവതാരം എടുത്തവനായി ഉയരെ പൊങ്ങി വന്നു. ദേവാസുരന്മാരാലും ഇളക്കപ്പെടുവാൻ കഴിയാതിരുന്ന പർവ്വതശ്രേഷ്ഠൻ മേൽപോട്ട് പൊന്തി വന്നു. അപ്പോൾ മാധവൻ മലയുടെ ശിഖരത്തെ ഇടത്തെ കൈകൊണ്ട് ഊന്നിപ്പിടിച്ചു. നാരായണനായ മഹാവിഷ്ണു ദേവന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് കടഞ്ഞു. ഇപ്രകാരം 1000 സംവത്സരങ്ങൾക്ക് ശേഷം ആദ്യം ഉളവായ ധന്വന്തരി, പാരിജാതം, ഐരാവതം ഇവയോടുകൂടെ ഉണ്ടായവളും സർവാംഗസുന്ദരിയും സർവമനോഹാരിണിയും ആയ സ്ത്രീരൂപമെടുത്തവരിൽ ഒന്നാമത്തവളായ ജ്യേഷ്ഠ ഭഗവതി എന്ന പേരോടുകൂടിയവൾ പൊങ്ങി വന്നു. ഇന്ദ്രനു വേണ്ടി തന്നെ നാൽക്കൊമ്പനായ ഐരാവത മഹാഗജം ഉളവായി. പാരിജാതം എന്ന വൃക്ഷം ഉണ്ടായി. മനസ്സുകൊണ്ട് നനച്ചതിനെ തരുന്നതായ സുരഭി എന്ന പശു ഉളവായി. അപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രസിദ്ധിയാർന്ന ധന്വന്തരി എന്ന പേർ പൂണ്ട് വിളങ്ങുന്ന പുരുഷനും ആയുർവേദം മൂർത്തീകരിച്ചവനും ഒരു കൈയിൽ ദണ്ഡോടുകൂടിയവനും ഒരു കൈയിൽ കമണ്ഡലുവോടുകൂടിയവനുമായ പരോപകാര തൽപരനായ ദേവൻ ഉയരെ പൊങ്ങി വന്നു. അനന്തരം വന്നവർ തന്നെയാകുന്നു ദിവ്യ തേജസ്സാർന്നവരായ അപ്സര സ്ത്രീകൾ. ഹേ പുരുഷോത്തമ, ജലത്തിൽ കടഞ്ഞുണ്ടായ ആ രസത്തിൽ നിന്നു തന്നെ സ്ത്രീരത്നങ്ങൾ ഉളവായി. അതിനാൽ അവർ അപ്സരസുകൾ എന്ന് അറിയപ്പെടുന്നു. ഹേ കാകുസ്ത, അത് തേജസ്വിനികളായ അപ്സരസുകളുടെ 60 കോടി സംഖ്യ ഉളവായി. അവരുടെ ദാസിമാരായി ഉണ്ടായവർ യാതൊരുവരോ അവർ എണ്ണമറ്റവർ. ആ ദേവന്മാരും അസുരന്മാരും ആരും അവരെ വിവാഹം കഴിക്കാതിരുന്നു. ആരും കൈക്കൊള്ളാത്ത കാരണത്താൽ തന്നെ അവർ പൊതുവിലുള്ളവരായി കരുതപ്പെട്ടു. വരുണസ്യ തദക്കന്യാ വാരുണീ രഘുനന്ദന ഉൽപ്പപാദ മഹാഭാഗാ മാർഗമാണാ പരിഗ്രഹം തിദേ പുത്രാനതാം രാമ ജഗൃഹുർവരുണാത്മജാം അതിഥേസ്തു സുധാവീര ജഗൃഹുസ്താമനിന്ദിതാം അസുരാസ്തേന ദൈതേയാസുരാസ്തേനാദിതേ സുധാ ഹൃഷ്ടാ പ്രമുദിതാശ്ചാസൻ വാരുണീ ഗ്രഹണാസുരാ ഉച്ചൈസ്രവാഹയ ശ്രേഷ്ഠോ മണിരത്നം ച കൗസ്തുഭം ഉദതിഷ്ഠം നരശ്രേഷ്ഠ സോമദേവസ്തഥൈവ ച തുരകം ദേവരാജായ കൗസ്തുഭം കേശവായ ച മഹാദേവായ സോമം തു കൽപ്പയാമാസുരീശ്വരാ ധന്വന്തരീർമഹാതേജ ലോകരക്ഷണതൽപര ആയുർവേദമയോ രാമ തഥാ സാധാരണ സ്മൃത സുരാസുരാശ്ച ഗന്ധർവാ ക്ഷോഭയാമാസുരം ബുധിം തതോ ദീർഘേണ കാലേന ചോത്പന്നാ കമലാലയാ അതീവ രൂപസമ്പന്നാ പ്രഥമേ വയസി സ്ഥിതാ സർവാഭരണപൂർണാംഗീ സർവലക്ഷണലക്ഷിതാ മകുടാംഗദ ചിത്രാംഗീ നീലകുഞ്ചിതമൂർധജാ. രഘുനന്ദന, അനന്തരം വരുണദേവന്റെ മകളായ വാരുണി എന്നവൾ ഒരു ഭർത്താവിനെ യാചിച്ചുകൊണ്ട് പ്രതിവ്രത ശിരോമണിയായി പൊങ്ങി വന്നു.
ഹേ രാമ, ദിതിദേവിയുടെ പുത്രന്മാർ ആ വരുണപുത്രിയെ അംഗീകരിച്ചില്ല. എങ്കിലും ഹേ വീര, അതിഥിദേവിയുടെ പുത്രന്മാർ ദോഷരഹിതയായ അവളെ സ്വീകരിച്ചു. അക്കാരണത്താൽ ദിതിപുത്രന്മാർ അസുരന്മാരെന്ന് പറയപ്പെടുന്നു. അതേ കാരണത്താൽ അതിഥിയുടെ പുത്രന്മാരും സുരന്മാരെന്ന് പറയപ്പെടുന്നു. സുരന്മാർ വരുണപുത്രിയെ പരിഗ്രഹിച്ചതിനാൽ അതിസന്തുഷ്ടന്മാരായി ഉത്സാഹമുള്ളവരായി ഭവിച്ചു. ഹേ പുരുഷോത്തമ, കുതിരകളിൽ വെച്ച ഉത്തമമായ ഉച്ചൈസ്രവസ്സും കൗസ്തുഭം എന്ന ഉത്തമരത്നവും അവണ്ണം തന്നെ ചന്ദ്രഭഗവാനും ഉളവായി. ദേവന്മാർ കുതിരയെ ദേവേന്ദ്രനായിക്കൊണ്ടും കൗസ്തുഭരത്നത്തെ കേശവനായിക്കൊണ്ടും ചന്ദ്രനെ മഹാദേവനായിക്കൊണ്ടും കൽപ്പിച്ചു. ഹേ രാമ, ആകയാൽ മഹാതേജസ്വിയും ലോകരക്ഷണ തൽപരനും ആയുർവേദ സ്വരൂപിയും ആയ ധന്വന്തരി മൂർത്തി പൊതുവിലുള്ളവനെന്ന് വിചാരിക്കപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും ആഴിയെ വീണ്ടും കടഞ്ഞു. അതിനുശേഷം വളരെ കാലം കഴിഞ്ഞതിൽ പിന്നെ അത്യന്തം സൗന്ദര്യയുക്തയും ഇളം പ്രായത്തിൽ തന്നെ വർത്തിക്കുന്നവളും ആയ താമര മലർമങ്കയും പ്രത്യക്ഷപ്പെട്ടു. സകലവിധ ആഭരണങ്ങളെ കൊണ്ടും പൂർണ്ണമായി വിളങ്ങുന്ന അവയവങ്ങളോടു കൂടിയവൾ, സകല ശുഭലക്ഷണങ്ങളും തികഞ്ഞവൾ, കിരീടം, തോൾവളകൾ ഇവയെക്കൊണ്ട് ആശ്ചര്യപ്പെടത്തക്ക അംഗശോഭയാർന്നവൾ, കറുത്തു ചുരുണ്ടുള്ള കേശഭാഷത്തോടു കൂടിയവൾ, തപ്തഹാടകസങ്കാശാ മുക്താഭരണഭൂഷിത ചതുർഭുജ മഹാദേവി പത്മഹസ്താവരാനന സാ ച ദേവി തഥോത്പന്ന പത്മാ ശ്രീർലോകപൂജിത സാ പത്മാ പത്മനാഭസ്യ യയൗ വക്ഷസ്ഥലം ഹരേ ഉദതിഷ്ടം നരശ്രേഷ്ഠ തഥൈവാമൃതമുത്തമം അഥ തസ്യ കൃതേ രാമ മഹാനാസീത് കുലക്ഷയ അതിദേസ്തു തതഃ പുത്രാദിദേ പുത്രാനസൂദയൻ ഏകദോഭ്യാഗമൻ സർവേ ഹ്യസുരാ രാക്ഷസൈ സഹ യുദ്ധമാസീൻ മഹാഘോരം വീരാത്രൈലോക്യമോഹനം യഥാ ക്ഷയം ഗതം സർവം തഥാ വിഷ്ണുർമഹാബല അമൃതം സോഹരത്തൂർണം മായാമാസ്തായ മോഹിനി ഏതദാഭിമുഖം വിഷ്ണുമക്ഷയം പുരുഷോത്തമം സംവിഷ്ടാസ്തേ തദാ യുദ്ധേ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ അതിഥേരാത്മജാ വീരാദിതേ പുത്രാന്യജഘ്നിരേ തസ്മിൻ ഘോരേ മഹായുദ്ധേ ദൈതേയാദിത്യയോർഭൃശം നിഹത്യതിഥി പുത്രാംസ്തു രാജ്യം പ്രാപ്യ പുരന്ദര ശശാസമുദിതോ ലോകാൻ സർഷിസംഘാൻ സചാരണാൻ. അത്ര ഉത്കൃഷ്ടമായ ദേവി ഒരുക്കിയ തങ്കമൊത്ത മേനിയോട് കൂടിയവൾ, മുത്തുമാലകൾ അണിഞ്ഞവൾ, 4 ഭുജങ്ങളാർന്നവൾ, താമര മലർ കൈകളിലാർന്നവൾ, അതിശോഭയുള്ള മുഖമാർന്നവൾ. അപ്രകാരം തന്നെ ആവിർഭവിച്ച ആ ദേവി ലോകരാൽ പൂജിക്കപ്പെട്ട മലർമങ്കയായ മഹാലക്ഷ്മി തന്നെ. ആ മലർമങ്ക ശ്രീ പത്മനാഭനായ മഹാവിഷ്ണുവിൻ്റെ തിരുമാറിടത്തെ പ്രാപിച്ചു. ഹേ പുരുഷശ്രേഷ്ഠ, അതിനുശേഷം ശ്രേഷ്ഠമായ അമൃതം ഉൽപ്പന്നമായി. അതിൽ പിന്നെ ഹേ രാമ, ആ അമൃതത്തിനു വേണ്ടി വമ്പിച്ചതായ കുലനാശം ഉണ്ടായി. അതിനാൽ തന്നെ അതിഥിയുടെ പുത്രന്മാരായ ദേവന്മാർ ദിതിയുടെ പുത്രന്മാരായ അസുരന്മാരെ കൊന്നൊടുക്കി. ഹേ വീര, അസുരന്മാർ എല്ലാവരും തന്നെ രാക്ഷസന്മാരോടും കൂടി ഒരു ഭാഗത്തിൽ നിന്നെതിർത്തു. മഹാഘോരവും 3 ലോകത്തെയും ഭ്രമിപ്പിക്കുന്നതും ആയ യുദ്ധം നടന്നു. എപ്പോൾ എല്ലാം നാശത്തെ പ്രാപിച്ചുവോ അപ്പോൾ മഹാബലശാലിയായ മഹാവിഷ്ണു ഭഗവാൻ ശീഘ്രത്തിൽ എല്ലാവരെയും മയക്കുന്നതായ ഒരു ആശ്ചര്യ സ്ത്രീരൂപം കൈക്കൊണ്ട് അദ്ദേഹം അമൃതത്തെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ നാശരഹിതനും പുരുഷോത്തമനും ആയ മഹാവിഷ്ണുവിനെ എതിർത്തുകൊണ്ട് യാതൊരുവർ ഉണ്ടായിരുന്നുവോ അവർ അപ്പോൾ തന്നെ സർവശക്തനായ വിഷ്ണു ഭഗവാനാൽ പോരിൽ ചമ്മന്തിയാക്കപ്പെട്ടു. ദേവാസുരന്മാർ തമ്മിൽ നടന്ന അതിഭയങ്കരമായ ആ വൻ പോരിൽ ശൂരന്മാരായ അതിഥിപുത്രന്മാർ ദിതിയുടെ പുത്രന്മാരെ മുക്കാലും കൊന്നൊടുക്കി. ദേവേന്ദ്രൻ ദിതിപുത്രന്മാരായ അസുരന്മാരെ നശിപ്പിച്ച ശേഷം രാജ്യത്തെയും പ്രാപിച്ച് സന്തുഷ്ടനായി ഋഷിഗണങ്ങളോട് കൂടിയതും ചാരണങ്ങളോട് കൂടിയതും ആയ ലോകങ്ങളെ ആണ്ടുവന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ പഞ്ചചത്വാരിംശ സർഗ 45 സർഗം സമാപ്തം. നമസ്തേ.